വെൽക്കം ഓൾ. എല്ലാ പേർക്കും ബിടെക് ലാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 16-ബിറ്റ് അഡിഷൻ കിറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. കിറ്റ് ഓൺ ചെയ്യുക. അതിനുശേഷം കീബോർഡിനകത്ത് എ പ്ലസ് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഒറിജിൻ ചോദിക്കുന്നുണ്ട്. ഒറിജിൻ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് മെമ്മറി അഡ്രസ്സ് 4100 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം എഴുതുക എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. ഓക്കെ, അതിനകത്ത് നമ്മൾ പ്രോഗ്രാം എഴുതിയിരുന്നത് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് കൊടുക്കാം. ഓരോ ലൈൻ ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് 2 തവണ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ എഴുതി വെച്ചേക്കുന്ന പ്രോഗ്രാം എന്ത് ചെയ്യാം, ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വീഡിയോ പാർട്സ് കണ്ടാലായിരിക്കും നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാവുന്നത്. സോ അത് കണ്ടു നോക്കുക. ഇതിനകത്ത് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുക്കുക, ഇൻപുട്ട് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു കിറ്റിനകത്ത് പ്രോഗ്രാം ചെയ്ത് കാണിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോകാത്തത്. നേരത്തെ നമ്മളത് ചെയ്തിട്ടുണ്ട്. ഓരോ ലൈൻ ബൈ ലൈനായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ ഇതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടി പറഞ്ഞു തരാം. ഓക്കെ, നമുക്കറിയാം 16-ബിറ്റ് അഡിഷൻ ചെയ്യുന്ന സമയത്ത് LSDs ആഡ് ചെയ്യുന്നു. അതൊരു ഔട്ട്പുട്ട് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. അതുപോലെ തന്നെ MSDs ആഡ് ചെയ്യുന്നു. അതൊരു ഔട്ട്പുട്ട് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യുന്നു. ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാരി സ്റ്റോർ ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 ഇൻപുട്ട് ലൊക്കേഷനും 3 ഔട്ട്പുട്ട് ലൊക്കേഷനുമാണ് നമ്മൾ ഈ 16-ബിറ്റ് അഡിഷൻ ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ കൊടുക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ എഴുതുന്നത് വഴി ഇൻപുട്ട് ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് കൊടുക്കാം. നമ്മൾ നമ്പർ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന നമ്പർ മാത്രമായിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. പക്ഷേ ഒരു മെമ്മറി അഡ്രസ്സ് സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ആ അഡ്രസ്സിൽ കൊടുക്കുന്ന എന്ത് ഔട്ട്പുട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് കിട്ടും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ലൊക്കേഷനിൽ വരും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എഴുതി വെച്ചിരിക്കുന്ന പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ടൈപ്പ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടിൻ്റെ അഡിഷൻ കഴിഞ്ഞിട്ട് ക്യാരി ചെക്ക് ചെയ്യുന്ന പോർഷനാണ്. ഓക്കെ, ഇത് നോക്കൂ. 4116-ൽ JNC എന്ന് കൊടുത്തിട്ടുണ്ട്. ജമ്പ് ഓൺ നോൺ ക്യാരി ആണെങ്കിൽ നമ്മളൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ലൈൻ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് JNC അടുത്തുനിന്ന് പോവേണ്ട ലൂപ്പിൻ്റെ അഡ്രസ്സ് നമുക്ക് അറിയത്തില്ല. കാരണം ആ ഒരു ലൈൻ എത്തിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ ഇവിടെ നമുക്ക് JNC എന്തെങ്കിലും ഒരു ഫോൾസ് ലൊക്കേഷൻ ലൂപ്പ് അഡ്രസ്സായിട്ട് കൊടുക്കാം. ആക്ച്വലി ഇതല്ല അഡ്രസ്സ്, അത് നമുക്ക് ലാസ്റ്റ് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാം. സോ എഡിറ്റ് ചെയ്യേണ്ട ഈ JNC നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന മെമ്മറി അഡ്രസ്സ് നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അവിടെയാണ് നമ്മൾ പോയിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് JNC എങ്ങോട്ടാണ് ആ ലൂപ്പ് പോവേണ്ടതെന്നുള്ള അഡ്രസ്സ് അറിയാൻ വയ്യാഞ്ഞിട്ടാണ് നമ്മളവിടെ ഒരു ഫോൾസ് അഡ്രസ്സ് കൊടുത്തത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള തൊട്ട് അടുത്തുള്ള ലൈൻ മൂവ് R1, #01 എന്നുള്ള വാല്യൂ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ലൊക്കേഷൻ 411Aയിലാണ് ശരിക്കും പറഞ്ഞാൽ ആ ലൂപ്പ് അഡ്രസ്സ് അതാണ്, അവിടെയായിരുന്നു വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് JNC 411A എന്നായിരുന്നു ടൈപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു ലൈൻ എത്തിയപ്പോൾ മാത്രമാണ് നമുക്ക് ആ അഡ്രസ്സ് കിട്ടിയത്. സോ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലൈനിൽ പോയിട്ട് അതിനെ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ 411Aയിൽ നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന എന്താണോ ഇൻസ്ട്രക്ഷൻ അത് കൊടുക്കുക. ഓക്കെ, അതനുസരിച്ചിട്ട് നമ്മൾ മൂവ് DPTR, #4501 കൊടുക്കുന്നു. എൻ്റർ കീ 2 പ്രാവശ്യം പ്രസ് ചെയ്യുന്നു. നെക്സ്റ്റ് ലൊക്കേഷൻ വരുന്നു. ഓക്കെ, നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ടൈപ്പ് ചെയ്ത് നമ്മൾ ഫുൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള മെമ്മറി അഡ്രസ്സിൽ പോവുക. അവിടെ ചെന്നതിന് ശേഷം എഡിറ്റ് ചെയ്ത്
നമുക്കുള്ള കറക്റ്റ് ലൊക്കേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം കിറ്റിനകത്ത് ടൈപ്പ് ചെയ്യുന്നതിനോടൊപ്പം ഓരോ ലൈനിൻ്റെ സൈഡിലുള്ള മെമ്മറി അഡ്രസ്സും എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു മെമ്മറി അഡ്രസ്സിനകത്തോട്ട് മാത്രം പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 4121 നമ്മുടെ പ്രോഗ്രാം സ്റ്റോപ്പായിട്ടുണ്ട്. എസ് ജമ്പ് കൊടുത്തു. ഇനി എന്ത് ചെയ്യുന്നു, ഡോട്ട് എൻ്റർ കൊടുത്ത് നമ്മൾ പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, പ്രോഗ്രാം ഫുൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോട്ട് എൻ്റർ കൊടുത്ത് വെളിയിലിറങ്ങി. ഇനി എഡിറ്റ് ചെയ്യാനായിട്ട് വീണ്ടും എൻ്റർ കൊടുക്കുക. അപ്പോൾ ഒറിജിൻ ചോദിക്കുന്ന സ്ഥലത്ത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട മെമ്മറി അഡ്രസ്സാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് 4116 എഡിറ്റ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് JNC 411A എന്നായിരുന്നു എഴുതേണ്ടത്. അത് കൊടുക്കുക, ഡോട്ട് എൻ്റർ കൊടുത്ത് വെളിയിലിറങ്ങുക. ഓക്കെ, ഇനി നമുക്ക് പ്രോഗ്രാം ഫുൾ നമ്മൾ ടൈപ്പ് ചെയ്തത് കാണണമെങ്കിൽ എൻ്റർ കൊടുക്കുക. ഒറിജിൻ ചോദിക്കുന്നിടത്ത് 4100 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്രോഗ്രാംസ് എല്ലാം അതുപോലെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തു വന്ന വഴിക്ക് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. ശ്രദ്ധിക്കുക, നമുക്ക് ഹോൾ പ്രോഗ്രാം കാണണമെങ്കിൽ യു എന്നുള്ള കീബോർഡിൽ യു എന്നുള്ള കീ പ്രസ് ചെയ്യുക, എൻ്റർ കീ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒറിജിൻ ചോദിക്കും. ഒറിജിനിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ത് കൊടുത്താണോ നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കൊടുത്തത് അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഹോൾ പ്രോഗ്രാം അതിനകത്ത് കാണാൻ പറ്റും. അപ്പം എന്തെങ്കിലും എറർ ഏതെങ്കിലും ലൈൻ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം ഓക്കെയാണ്. ഇനി നമുക്ക് എങ്ങനെ ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ട് കൊടുക്കുന്നതിന് നമ്മൾ എന്താണ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് ചെയ്തിട്ടുണ്ട്. നമുക്ക് SD സ്പേസ് നമുക്ക് ആ ഇൻപുട്ടുകൾ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാൻ കൊടുത്തേക്കുന്ന നമ്പർ 9990യും 9990യും കൂടെ ആഡ് ചെയ്യാനാണ് കൊടുത്തേക്കുന്നത്. സോ ഫസ്റ്റ് രണ്ട് നമ്പേഴ്സിൻ്റെയും LSDകൾ ആഡ് ചെയ്യാനായിട്ടായിരുന്നു ഫസ്റ്റ് ലൊക്കേഷൻസ് ഉണ്ടായിരുന്നത്. അടുത്ത ലൊക്കേഷൻസിൽ MSDകൾ കൊടുക്കുക. ഇത് ആഡ് ചെയ്ത റിസൾട്ട് 3 ലൊക്കേഷനിലായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഇതിനകത്ത് ഇൻപുട്ട് കിറ്റിനകത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, SD സ്പേസ് നമ്മുടെ ഫസ്റ്റ് ഇൻപുട്ട് ലൊക്കേഷൻ നമ്മൾ പ്രോഗ്രാമിൽ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ലൊക്കേഷൻ 4200ൽ 90 എന്ന നമ്പർ കൊടുക്കുന്നു, എൻ്റർ കീ കൊടുക്കുന്നു, അടുത്ത നമ്പർ കൊടുക്കുന്നു. നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ അടുത്തടുത്തുള്ള ലൊക്കേഷൻസ് തന്നെയാണ് എടുത്തേക്കുന്നത്. സോ നമുക്ക് വാല്യൂസ് ഇങ്ങനെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഗോ സ്പേസ് 4100 നമ്മുടെ ഫസ്റ്റ് മെമ്മറി അഡ്രസ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ എക്സിക്യൂട്ടിംഗ് കാണിക്കുന്നുണ്ട്. ആ സമയം റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഔട്ട്പുട്ട് നോക്കാനായിട്ട് SD സ്പേസ് ഔട്ട്പുട്ട് ലൊക്കേഷൻ 4500 ആണ് പ്രോഗ്രാമിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് കൊടുക്കുക. നമുക്ക് 20 എന്ന ആൻസർ കിട്ടിയിട്ടുണ്ട്. അടുത്ത 33 1 അങ്ങനെ എല്ലാ ലൊക്കേഷനിലും 3 ലൊക്കേഷനിലുമുള്ള ആ ഒരു ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് നോക്കാൻ പറ്റുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.